മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാലാണ്. 10 കോടി മുതൽ 25 കോടി വരെയാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം. ഇതിൽ മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം 10 കോടി രൂപ വാങ്ങുന്നെങ്കിൽ മറ്റ് ഭാഷാ ചിത്രങ്ങളിൽ 25 കോടി വരെ വാങ്ങുന്നു. മമ്മൂട്ടിയാണെങ്കിൽ 6 കോടി മുതൽ 20 കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്. ഇതിൽ 8 കോടിയോളം രൂപ അദ്ദേഹം മലയാളത്തിൽ വാങ്ങുന്നു, മറ്റ് ഭാഷകളിൽ 20 കോടി വരെയും. 3-ാം സ്ഥാനം പൃഥ്വിരാജിനാണ്. പൃഥ്വിരാജ് 8 കോടി മുതൽ 10 കോടി വരെ പ്രതിഫലം വാങ്ങുന്നു. അദ്ദേഹം 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാള നടനാണ് പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദുൽഖർ ഖാനാണ്. 6 കോടി മുതൽ 10 കോടി രൂപ വരെയാണ് ദുൽഖർ ഖാൻ്റെ പ്രതിഫലം. യുവ നടന്മാരിൽ പൃഥ്വിരാജ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ദുൽഖർ ഖാന് ഉള്ളതാണ്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫഹദ് ഫാസിലാണ്. 6 കോടി മുതൽ 10 കോടി വരെയാണ് ഫഹദിൻ്റെ പ്രതിഫലം. ഫഹദിൻ്റെ പ്രതിഫലം ഓരോ നാളും കഴിഞ്ഞു കൂടി വരികയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ട മറ്റൊരു നടനാണ് ദിലീപ്. ദിലീപിൻ്റെ പ്രതിഫലം 5 കോടി മുതൽ 7 കോടി രൂപ വരെയാണ്. അടുത്ത കാലത്ത് ദിലീപിൻ്റെ പ്രതിഫലത്തിൽ ഇടിവ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് വളരെ പിന്നിലേക്ക് പോയത് എന്നും കൂടി പറയാം. സുരേഷ് ഗോപിയുടെ പ്രതിഫലം 3 കോടി മുതൽ 7 കോടി വരെയാണ്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് മൂല്യത്തിൽ കുറച്ച് ഇടിവുണ്ടായി എന്ന് പറയാതെ വയ്യ. അടുത്ത കാലത്ത് ഹിറ്റ് സിനിമകളൊന്നും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുമില്ല. അതുകൊണ്ടാണ് പ്രതിഫലത്തിൽ കുറവ് വന്നിട്ടുള്ളത്. മറ്റൊരു നടൻ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ പ്രതിഫലം 4 കോടി മുതൽ 6 കോടി വരെയാണ്. കുറച്ചു കാലം മുമ്പ് വരെ നിവിൻ പോളി വളരെ താരമൂല്യമുള്ള ഒരു നടനായിരുന്നെങ്കിലും അടുത്ത കാലത്ത് അതിൽ അല്പം ഇടിവ് വന്നിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫലവും കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൊവിനോ ആണ്. ടൊവിനോ ഇപ്പോൾ ഏറെക്കുറെ ശ്രദ്ധേയനായ ഒരു നടനാണെങ്കിലും പ്രതിഫലത്തിൽ അദ്ദേഹം ഏറ്റവും പിന്നിലാണ് എന്ന് പറയാതെ വയ്യ. 3 കോടി മുതൽ 6 കോടി വരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. പിന്നിൽ എന്ന് പറഞ്ഞാൽ മറ്റ് നടന്മാരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അദ്ദേഹം പിന്നിലേക്ക് വന്നു എന്ന് പറയേണ്ടി വരുന്നത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മലയാള നടന്മാർക്ക് പ്രതിഫലം വളരെ കുറവാണെന്ന് പറയപ്പെടുന്നു. എന്നാലും സിനിമാ നിർമ്മാതാക്കൾ ഇവരുടെ പ്രതിഫല തുക ഇനിയും കുറയ്ക്കണം എന്നുള്ള ആവശ്യവുമായി നിൽക്കുന്നുമുണ്ട്.